പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പ്രഭാത സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പകലും കൂടി കർത്താവ് നമുക്ക് വേണ്ടി തന്നതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകിരിയിൽ. ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകിരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രഭാരം തൂങ്ങുന്നില്ല. യഹോവയൻ പാലകൻ താൻ ഇല്ലെനിക്കു ഖേദമൊട്ടും. ആമേൻ. യഹോവയൻ പാലകൻ താൻ ഇല്ലെനിക്കു ഖേദമൊട്ടും. കടന്നു വരുവാൻ വലിയവനായ ദൈവം ചെയ്ത വലിയ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും പിതാക്കന്മാർക്കും മാതാക്കന്മാർക്കും ക്രിസ്തയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു, സ്തോത്രം. പ്രത്യേകാൽ യൂട്യൂബ് ചാനൽ വഴി ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി ആയിരിക്കുന്ന രാജ്യങ്ങളിൽ, ആയിരിക്കുന്ന പട്ടണങ്ങളിൽ ദൈവം നിങ്ങളെ ശ്രേഷ്ഠകരമായി ആമേൻ നടത്തുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ലോക സംഭവങ്ങൾ വളരെ ആമേൻ പ്രതികൂലമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനെ കൊല്ലാൻ വാളോ കത്തിയോ ബോംബോ ഒന്നും വേണ്ടാത്തൊരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. ഡിജിറ്റൽ യുഗത്തിലേക്ക് മനുഷ്യൻ മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യനെ എങ്ങനെ കൊല്ലാം, ഒരു കുടുംബത്തെ എങ്ങനെ തകർക്കാം, ഒരു രാജ്യത്തെ എങ്ങനെ ഉടച്ചു കളയാം എന്നുള്ള ആമേൻ അതിശക്തമായ ആമേൻ നിലയിൽ മുമ്പിലോട്ട് ആമേൻ ഈ യുഗം വന്നുകൊണ്ടിരിക്കുന്നു, ഡിജിറ്റൽ യുഗം. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് ആമേൻ ഇന്ന് പകൽക്കാലം നമ്മോട് സംസാരിപ്പാൻ പരിശുദ്ധാത്മാവിൻ്റെ ആ മുദ്ര നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം അത് ആമേൻ നിറവേറി ആമേൻ കാണപ്പെടുവാൻ ആമേൻ സ്തോത്രം. ജീവിതപാതയിൽ കർത്താവ് നമ്മെ മാനിക്കേണ്ടതിനായി കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ നല്ല ഗാനങ്ങളെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചല്ലോ. കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ. ഇന്നത്തേക്ക് 78-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 72-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നു: അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേച്ചു, കൈമിടുക്കോടെ അവരെ നടത്തി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നമ്മളിവിടെ വായിച്ചത്. ഇത് തലക്കെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ആസാബിൻ്റെ ഒരു ധ്യാനമാണ്. ആസാബിൻ്റെ ധ്യാനം. താൻ ദൈവത്തോട് പറയുന്ന ഓരോ വാക്കുകൾക്കും ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് ആമേൻ നടത്തുന്ന കർത്താവ്, നമ്മെ താങ്ങുന്ന നമ്മുടെ ദൈവം നമ്മുടെ നടുവിൽ ഇന്ന് പകൽക്കാലം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മെ പുലർത്തുന്ന, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന,
നമ്മെ അതിശക്തമായി മുമ്പിലോട്ട് കൊണ്ടുപോകുന്ന കർത്താവിൻ്റെ പൊന്നുകരം ഇന്ന് പകലിലും ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ അഭിഷക്തന്മാരുടെ ജീവിതത്തിലും നിങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വേദനിച്ചുകൊണ്ടിരിക്കുന്ന സകല വിഷയത്തിലും ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം വെളിപ്പെടും. അങ്ങനെയെങ്കിൽ ആസാബ് തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ചില കാര്യങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. തൻ്റെ അപേക്ഷ ഈ ധ്യാനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. അവിടെ 78-ാമത്തെ സങ്കീർത്തനം നമുക്കറിയാം, എൻ്റെ ജനമേ എൻ്റെ ഉപദേശം ശ്രദ്ധിപ്പീൻ. സ്തോത്രം. ആമേൻ. എൻ്റെ വായ്മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായ്പീൻ. ഉണ്ടോ? തൻ്റെ പ്രാർത്ഥന വിഷയത്തിൽ ആദ്യത്തെ പ്രാർത്ഥന വിഷയമാണ്. ആ ധ്യാനത്തിനകത്ത് താൻ പറഞ്ഞ ഉപമകൾ, അല്ലെങ്കിൽ തന്നിൽ കൂടെ ദൈവം കൊടുക്കുന്ന ചില അരുളപ്പാടുകൾ, അത് വളരെ ശ്രദ്ധേയമാണ്. കാരണം പ്രൈസ് ദി ലോർഡ്, വചനം തന്നെ പറയുന്നു, ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവൻ എന്ത് ചെയ്യുന്നു? പ്രൈസ് ദി ലോർഡ്. മനസ്സ് തകർന്നവരെ അവൻ എന്ത് ചെയ്യുന്നു? വിടുവിക്കുന്നു. അങ്ങനെയെങ്കിൽ ഹൃദയ തകർച്ചയോടെ ആയിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നമുക്കറിയാം, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ എന്ത് ചെയ്യുന്നു? പ്രൈസ് ദി ലോർഡ്, രക്ഷിക്കുന്നു എന്നാണ്. അപ്പോൾ നോക്കിയേ, പിന്നെയും നമുക്കറിയാം, ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം പഠിക്കുമ്പോൾ പറയുന്നു, നിങ്ങൾ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും കലങ്ങിയ ഹൃദയത്തോടെ ഇരിക്കുന്നെങ്കിൽ, എന്തോ ഭാരത്തോടെ നിങ്ങളായിരിക്കുന്നു എങ്കിൽ, ഈ പ്രഭാതം നിങ്ങൾക്കുള്ള മെസ്സേജാ. നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. മനുഷ്യൻ നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ആമേൻ. നിങ്ങളുടെ രക്തത്തിൽ ജനിച്ച കുഞ്ഞുങ്ങൾ നിങ്ങളെ ഒഴിവാക്കുമ്പോൾ നിങ്ങൾ കലങ്ങിപ്പോകരുത്. സ്തോത്രം. ആമേൻ. കടഭാരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, കടക്കെണിയാൽ നിങ്ങൾ ഭാരപ്പെടുമ്പോൾ, ആമേൻ, നിങ്ങൾ എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ പരസ്യമായി അപമാനിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. ആമേൻ. അടുത്തെന്താ അവിടെ പറയുന്നത്? ദൈവത്തിൽ വിശ്വസിപ്പീൻ. ആമേൻ. 3-ാമത്തെ ദൂത്, എന്നിലും വിശ്വസിപ്പീൻ. ആമേൻ. അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ, ആസാബ് ദൈവത്തിൻ്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കുക. ആസാബ് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടൊരു മനുഷ്യനായിരിക്കുക. നോക്കിയേ, 5-ാം വാക്യം പറയുന്നു, അവൻ യാക്കോബിൽ ഒരു സാക്ഷ്യം സ്ഥാപിച്ചു, ഇസ്രായേൽ ഒരു ന്യായപ്രമാണം നിയമിച്ചു. ആമേൻ. നമ്മുടെ പിതാക്കന്മാരോട് അവയെ തങ്ങളുടെ മക്കളെ അറിയിപ്പാൻ കൽപ്പിച്ചു. കണ്ടോ? ഹല്ലേലൂയ. അപ്പോ ദൈവം ഒരു തലമുറയെ എണീപ്പിക്കും. നമുക്കറിയാം, ഒരു ശേഷിപ്പ് മടങ്ങി വരുമെന്ന് പ്രവചനം കിടപ്പുണ്ട്. ആമേൻ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഒരു കൂട്ടം തലമുറയെ ദൈവം ഈ 2026 എണീപ്പിക്കും. പക്ഷേ ദൈവജനം മിണ്ടാതിരിക്കാനല്ല പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം, വരുവാനുള്ള തലമുറ, ആമേൻ, സ്തോത്രം, ജനിപ്പിച്ചിരിക്കുന്ന മക്കൾ, ഹല്ലേലൂയ, സ്തോത്രം, തന്നെ എന്ത് ചെയ്യണം? ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, മക്കളുടെ മക്കളെ എന്ത് ചെയ്യണം? അറിയിക്കണം. അതൊക്കെ ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യമാണ്. ഈ ദൗത്യത്തിൻ്റെ മുൻപിൽ നാം നമ്മെ തന്നെ വിധേയപ്പെട്ട്, ആമേൻ, ഹല്ലേലൂയ, പിതാക്കന്മാരുടെ ശാഠ്യവും മത്സരവുമുള്ള തലമുറയായി ഹൃദയത്തെ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, സ്ഥാപന അല്ലെങ്കിൽ ഒരു ഭാരത്തോടെ. കാരണം പിതാക്കന്മാർ ഇപ്പോഴും ഉണ്ടല്ലോ അനേകർ, ചർച്ചിലാണെങ്കിലും, സ്തോത്രം, ദേശത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും, ഞാനാ ഈ കുടുംബത്തിലെ ഗ്രഹനാഥൻ. ഗ്രഹനാഥൻ സ്വർഗത്തിലെ ദൈവദാസനെ. നിങ്ങൾ ആ കുടുംബത്തിലെ ദൈവത്തിൻ്റെ വേലക്കാരനാ. ഗ്രഹനാഥൻ കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യണം, ഞാൻ ചെയ്യണം. നമ്മൾ ഈ കുടുംബത്തിലെ ഗ്രഹനാഥൻ എന്ന് മനുഷ്യനും പറയുമ്പോൾ, ദൈവം പറയുന്നു, ഞാൻ ആ കുടുംബത്തിലെ നായകനാ. സ്തോത്രം.
ഹല്ലേലൂയ. ഞാൻ ആ കുടുംബത്തിലെ അധികാരിയാ, ഞാൻ ആ കുടുംബത്തിലെ രാജാവാ. അങ്ങനെയെങ്കിൽ ആ രാജാവിന് ഇടം കൊടുക്ക്. ഈ തലമുറയിൽ ഒരു ശേഷിപ്പ് എണീക്കട്ടെ. ഈ തലമുറയിൽ അവൻ ഒരു ശേഷിപ്പ് ദൈവം എണീപ്പിക്കട്ടെ. പാറയിൽ നിന്ന് അവൻ എന്ത് ചെയ്തു? ആമേൻ, സ്തോത്രം, ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു, വെള്ളം നദികൾ പോലെ ഒഴുകുമാറാക്കി. ഹല്ലേലൂയ. ഇന്ന് പകലിൽ പാറയിൽ നിന്ന് പ്രതീക്ഷ, ആമേൻ, അസ്തമിച്ചിരിക്കുന്ന ശവനപരഗതന, പ്രതീക്ഷയൊന്നുമില്ല, എല്ലാം തീർന്നു, എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു. ഈ പ്രഭാതം ദൈവം പറയുന്നു, നിന്റെ പ്രതീക്ഷകൾക്ക് ആമേൻ പച്ച പിടിപ്പിക്കുന്ന, തളിരിടുന്ന, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ചില നാമ്പുകൾ പൊട്ടി പുറപ്പെടുന്ന ദിവസമായിരിക്കട്ടെ. നിന്റെ പ്രതീക്ഷകൾ പൂവണിയാൻ പോകുകയാ. നിന്റെ പ്രതീക്ഷകൾക്ക് ഇന്ന് പകലിൽ ആമേൻ ദൈവപ്രവൃത്തി അതിനകത്ത് വെളിപ്പെടുകയാ. തൻ്റെ ജനം വിചാരിച്ചു, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ദൈവത്തിലെ ആര് ദൈവത്തിന് വിരോധമായി നിൽക്കുമോ ദൈവം വിടത്തില്ല. സ്തോത്രം. ദൈവത്തിന് വിരോധമായി സംസാരിച്ചാൽ മരുഭൂമിയിൽ മോശ, ആമേൻ, സ്തോത്രം, ഇന്ന് പകൽക്കാലം ഒരുവൻ ദൈവത്തിന് കീഴടങ്ങിയാൽ, ആമേൻ, കീഴ്പ്പെടുമോ എങ്കിൽ ഇന്ന് പകൽക്കാലം കീഴ്പ്പെടുന്നവൻ്റെ നേരെയല്ല, നിർത്തിക്കുന്നവൻ്റെ നേരെയല്ല, നിർത്തുന്നവൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നേരെ ആരും കരമുയർത്തരുത്. സ്തോത്രം. കാരണം നമ്മുടെ കർത്താവ്, ആമേൻ, സ്തോത്രം, തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് തരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ്, ആമേൻ, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് തന്നിട്ടേ പോവും. തരില്ല എന്ന് പറയത്തില്ല. തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. സ്തോത്രം. എന്നാ പറയുന്നു, അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ചു, സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു. സ്തോത്രം. ഇവിടുത്തെ അല്ല, സ്വർഗത്തിലെ, അതാ സ്വർഗത്തിലെ സകല ആത്മീക ഭൗതിക അനുഗ്രഹങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. സ്വർഗീയ സകല ആത്മീക അനുഗ്രഹങ്ങളാൽ, ഹല്ലേലൂയ, രക്തത്താൽ ജയം. ആമേൻ. ഇന്ന് പകലിൽ ദൈവം ഉള്ളവന്റെ കൂടെ ഈ ലോകത്തിലെ വ്യക്തികൾ കാണത്തില്ല. ദൈവത്തിന്റെ അഭിഷേകമുള്ള വ്യക്തിയുടെ കൂടെ ഈ ലോകത്തിലെ ഒരു മനുഷ്യനും കാണത്തില്ല. കാരണം അവന്റെ കൂടെ നടക്കാൻ കഴിയത്തില്ല. ശമനവരഗതന അതുരകരഗതന ദൂരമനാരകൽക്കനാദി. നിന്നെ വിട്ട് ആരെങ്കിലും അകന്നു പോകുന്നെങ്കിൽ ചിന്തിക്കുക, നീയും ദൈവമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു. നിന്നിൽ വ്യാപരിക്കുന്നത് അസാധാരണമായ ദൈവ അഭിഷേകമാണ്. നിന്നിൽ അവൻ നിന്ന് പുറപ്പെടുന്നത് അസാധാരണമായ ഒരു ദൈവശക്തിയാ. ആമേൻ. അത് നിനക്കറിയത്തില്ലായിരിക്കും, പക്ഷേ നിന്നിൽ പകർന്ന ആത്മാവ് പകർന്ന ദൈവത്തിനറിയാം. നീ എവിടെയെല്ലാം ഒറ്റപ്പെട്ടു, എവിടെയെല്ലാം നീ കണ്ണീരൊഴുക്കി, എവിടെയെല്ലാം നീ വേദനിച്ചു, എവിടെയെല്ലാം സമൂഹത്തിൽ നീ നിന്ന അനുഭവിച്ചു, ആരെല്ലാം നിന്നെ വെറുത്തു, ആരെല്ലാം നിന്നെ സപ്പോർട്ട് ചെയ്തു, ഇതെല്ലാം ദൈവത്തിൻ്റെ പുസ്തകത്തിലുണ്ട്. നീ ഭാരപ്പെടണ്ട. നിനക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു സ്വർഗം ഇന്ന് പകലിൽ നിന്റെ മധ്യ ഇറങ്ങി വരുന്നു. അതാ ഇവിടെ പറഞ്ഞത് 78-ാമത്തെ സങ്കീർത്തനത്തിന് ലാസ്റ്റ് വാക്യം, 72-ാമത്തെ വാക്യം പറയുന്നു, അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേച്ച് കൈമിടുക്കോടെ അവരെ നടത്തി. ഇന്ന് പകൽ ദൈവ പൈതലേ, എൻ്റെ കർത്താവ് കൈമിടുക്കുള്ള ദൈവം തന്നെയാണ്. സ്തോത്രം. പറയാറില്ലേ പഴയ അമ്മമാർ, എൻ്റെ മോനൊരു കൈമിടുക്കുണ്ട്, അവന് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, അവൻ കൈമിടുക്കുള്ളവനാ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവനാ. ദൈവനാമ അവനിലിരിക്കുന്നത്, അതുകൊണ്ട് അവനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ദൈവം അവൻ്റെ മേലിരിക്കും. പകൽ മേഘസ്തംഭത്ത്, ആമേൻ, രാത്രി അഗ്നിസ്തംഭത്തിലും ദൈവം അവരെ നടത്തും എന്ന് അറിയാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ സഹായിപ്പാൻ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം.
പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം കർത്താവേ. ഞങ്ങൾ ഈ 21-ാമത്തെ ദിവസം ഈ മാസം കടന്നു വന്നു. ചില മിനിറ്റ് കഴിയുമ്പോൾ ഈ മാസം ഞങ്ങൾ വിട്ട് കടന്നു പോകും. ഞങ്ങൾ പ്രാപിക്കേണ്ട വാഴ്ത്തത്വങ്ങൾ, ഞങ്ങളുടെ കർത്താവ് അറിയിച്ച ദൂതുകൾ, ആമേൻ, നിറവേറുന്ന വാഴ്ത്തത്വങ്ങൾ എല്ലാം ഈ മാസം നിറവേറേണ്ട ദൂതുകൾ നിറവേറണം കർത്താവേ. കർത്താവെ, ഒന്നുപോലെ നിറവേറുവാൻ ഇരിക്കാൻ കഴിയരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നിറവേറട്ടെ, ദൂതുകളെല്ലാം നിറവേറട്ടെ, വാഴ്ത്തത്വങ്ങളെല്ലാം ഈ മാസത്തെ നിറവേറട്ടെ കർത്താവെ. അടുത്ത മാസത്തേക്ക് നീക്കി വയ്ക്കരുതേ അപ്പ. ജനത്തിന് കണ്ണീര് കാണുന്ന ദൈവം. തലമുറയുടെ വിഷയമാണെങ്കിൽ, സാമ്പത്തിക വിഷയമാണെങ്കിൽ, ഏത് വിഷയമാണെങ്കിലും കർത്താവെ ഇന്ന് പകൽക്കാലം നിറവേറട്ടെ, അത്ഭുതം ചെയ്യും. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം താഴ്ത്തുന്നു, യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.